കട്ട് ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ഹോപ്പിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഏതായാലും ചെറിയൊരു കുട്ടിയാണ് അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. 2ാം ക്ലാസ് മുതലേ ആഗ്രഹം പറഞ്ഞതാണ്. പക്ഷേ ചെയ്യാന്ന് പറയാനല്ലാതെ നമ്മുടെ വീട്ടിൽ വായിച്ചാലായാലും അറിയുന്ന ആൾക്കാരടുത്തായാലും ഞാൻ പോയി പറഞ്ഞു. വീട്ടിലൊന്നും ശരിയായില്ല. പിന്നെ അവർക്ക് കുറേ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ചെറുതല്ലേ. പിന്നെ സാറെ വീഡിയോസ് എല്ലാം കാണലുണ്ടായിരുന്നു clapcard.comന്റെ. നമ്മള് ചർച്ചിലായിരുന്നു ടീച്ചറ്. അന്നേരം ടീച്ചറെ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ടീച്ചറെ അതൊക്കെ നാളെ തന്നെ വന്നോളൂ പറഞ്ഞു. ഇത് ഹോപ്പിൻ്റെ 6ാമത്തെ പ്രൊജക്റ്റായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഹൃദയപൂർവ്വം കേശദാനം എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പോൾ അൻവിയ എബ്രഹാം എന്ന് പറയുന്ന കുട്ടി 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് വീട്ടുകാരോട് പറയുന്നത്. ആദ്യം കുട്ടിയുടെ തമാശയായിട്ട് വീട്ടുകാർ കരുതിയെങ്കിലും പിന്നീട് വാശി പിടിച്ച് കരയാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് വീട്ടുകാർക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ സെർച്ച് ചെയ്ത കഥയാണ് അൻവിയുടെ അമ്മ നമ്മോട് ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹെയർ ഡൊണേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു ബ്യൂട്ടീഷ്യനെയാണ്. അപ്പോൾ പിലാത്ര തന്നെയുള്ള വിജി ആണ് നമുക്ക് ബ്യൂട്ടീഷ്യനായിട്ട് കിട്ടിയിരിക്കുന്നത്. വിജിക്ക് പിലാത്ര തന്നെ ഒരു സംരംഭമുണ്ട്. പിന്നീട് കട്ട് ചെയ്യട്ടെ. എത്ര വർഷമായി കുറേ പറഞ്ഞാല് 1 വർഷം 2 വർഷം എത്ര വർഷമായി? 2ാം ക്ലാസ് മുതൽ വീഡിയോ കണ്ടിട്ട് 4ാം ക്ലാസ് 2 വർഷത്തെ ഉണ്ടാവും അല്ലേ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട അൻവിയ മോള്. ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പിയാണ്. ഇനി മുടി കുറച്ചൊന്ന് മുകളിൽ നിന്ന് തന്നെ എടുത്തോ എന്ന ഒരു മനോഭാവമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം 12 ഇഞ്ചാണ് ഒരു ഡൊണേഷന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. 12 ഇഞ്ചിൻ്റെ ഇരട്ടി തന്നെ ആ മുടി ഉണ്ട് എന്ന് പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടിയുണ്ട്. അവളുടെ ചിരിയിൽ നമുക്കറിയാം അവളുടെ സന്തോഷം. തീർച്ചയായിട്ടും അവൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും വലിയ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ടീച്ചർ. നല്ല ലെങ്ത് ഉണ്ടല്ലേ? ഈ പ്രൊജക്റ്റ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് വലിയൊരു ഇൻസ്പിറേഷൻ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു സ്കൂളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡാനിമാഷെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഹോപ്പിൻ്റെ സെക്രട്ടറിയാണ് ഡാനിമാഷ്. അപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് ആ സ്കൂളിലൊരു ആൺകുട്ടിക്ക് ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, ഒത്തിരി ഉപദേശങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ പല കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കും. തലമുറയിൽ നിന്ന് തലമുറയിലേക്കുള്ള ഒരു ബന്ധം ഇവിടെ തുടങ്ങിയായി.